ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഒന്നാം ക്ലാസ്സിലെ അറബിക് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, പ്രവേശനോത്സവത്തിന് ടീച്ചർ നൽകിയ കാർഡുകളിലെ ഒറ്റയാനെ കണ്ടെത്തി നിറം നൽകുക. താഴെ 4 കോളങ്ങളിലായിട്ട് 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. തുഫാഹൻ കൊടുത്തിട്ടുണ്ട്, കൽബുൻ കൊടുത്തിട്ടുണ്ട്, അനാനാസും കൊടുത്തിട്ടുണ്ട്, റുമ്മാനും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതിൽ ഒറ്റയാന ആരായിരിക്കും? തുഫാഹ് എന്ന് പറഞ്ഞാൽ ആപ്പിള്, അനാനാസ്, റുമ്മാന് ഇതൊക്കെ എന്താണ്? ഫ്രൂട്ട്സ് ഐറ്റംസിൽ പെട്ടതാണ് അല്ലേ. അപ്പൊ അതിൽ ഒറ്റയാന ആരാണ്? കൽബുൻ, നായയാണ് അല്ലേ അതിൽ ഒറ്റയാനായിട്ട് കാണുന്നത്. അപ്പോ ഒറ്റയാന് കണ്ടെത്തി നിറം നൽകുക എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇതിലെ ആർക്കാണ് നിറം കൊടുക്കേണ്ടത്? നായക്കുട്ടിക്കാണ് അല്ലേ. നായ്ക്കാണ് നമ്മളിവിടെ കളർ കൊടുക്കേണ്ടത് കേട്ടോ. അറബിക് പരീക്ഷയ്ക്ക് മസ്റ്റ് ആയിട്ടും ക്രയോൺസ് കയ്യിൽ കരുതൽ നിർബന്ധമാണ്. ഇതുപോലെ കളേഴ്സ് ചെയ്യാൻ എന്തായാലും ചോദ്യം ഉണ്ടാവും. അപ്പോൾ മക്കള് എക്സാമിന് പോകുന്ന സമയത്ത് ക്രയോൺസ് നിർബന്ധമായിട്ടും കയ്യിൽ വെക്കണം കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റിയിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. അതിൽ 4 ലെറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് മക്കളൊന്ന് വായിച്ചേ. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ത. രണ്ടാമത്തേത് ടി. മൂന്നാമത്തേത് ബു. നാലാമത്തേത് തു. ഇതിൽ ഒറ്റയാൻ ആരായിരിക്കും? മക്കളൊന്ന് കമന്റ് ചെയ്തേ, ഏതായിരിക്കും ഒറ്റയാന്? ബു എന്ന ലെറ്റർ ആണല്ലേ അതിൽ ഒറ്റയാനായിട്ട് വരുന്നത്. ത, തി, തു എന്നുണ്ട്. പിന്നെ ഉള്ള ലെറ്റർ ബു ആണ്. അപ്പൊ ബു ആണ് അതിൽ ഒറ്റയാനായിട്ട് വരുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ. മക്കൾ ആൻസേഴ്സ് ഒന്നും തെറ്റിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ച് നന്നായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം കേട്ടോ. നോക്കൂ മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വന്നിട്ടുള്ളത്? ചിത്രങ്ങളുടെ പേര് പൂർത്തിയാക്കി എഴുതാം. അവിടെ ഓരോ ലെറ്റേഴ്സ് വീതമാണ് കേട്ടോ പൂരിപ്പിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ പിക്ചറിൽ എന്താണ് മക്കൾ കാണുന്നത്? ഒരു പോണ്ടാണ് അല്ലേ. പോണ്ടിന് എന്താണ് അറബിയിൽ പറയാ? കുളത്തിന് നമ്മൾ എന്താണ് അറബിയിൽ പഠിച്ചിട്ടുള്ളത്? ബിർക്കത്തുൻ അല്ലേ. ബിർക്കത്തുൻ എന്നല്ലേ പറയാ. അപ്പോ അവിടെ ഇർക്കത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ആയ ബി എന്ന അക്ഷരം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി ചേർത്തിട്ട് ബിർക്കത്തുൻ എന്ന് കംപ്ലീറ്റ് ആക്കണം. അതിൽ രണ്ടാമത്തെ പിക്ചർ എന്താണ്? ഒരു പൂവൻ കോഴിയാണല്ലേ. പൂവൻ കോഴിക്ക് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അറിയുന്ന മക്കളൊന്ന് കമന്റ് ചെയ്തേ, എന്താണ് പഠിച്ചിട്ടുള്ളത് എന്ന്. ദീക്കുൻ അല്ലേ. ദീക്കുൻ എന്നാണ് പൂവൻ കോഴിക്ക് പറയാ അല്ലേ. അപ്പൊ നമ്മൾ ദി എന്ന അക്ഷരം അവിടെ എഴുതി ആ ഒരു വാക്ക് കംപ്ലീറ്റ് ആക്കി എഴുതണം. മൂന്നാമത്തെ പിക്ചറിൽ എന്താണ് കാണുന്നത്? എല്ലാവർക്കും അറിയാം അല്ലേ, കൽബുൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക എന്ന അക്ഷരം അവിടെ എഴുതി ആ ഒരു വാക്ക് പൂർത്തിയാക്കണം. നാലാമത്തെ പിക്ചറിലോ, അതെന്തായാലും മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാവും. സമക്കുൻ അല്ലേ. ഫിഷിന് എന്താണ് പറയാ? സമക്കുൻ. അപ്പൊ നമ്മൾ സ എന്ന അക്ഷരം അവിടെ എഴുതി ചേർക്കുക. അഞ്ചാമത്തെ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു വീടാണല്ലേ. വീടിന് എന്താണ് പറയാ? ബൈത്തുൻ. അതെ, ബൈത്തുൻ എന്നാണ് വീടിന് പറയാ അല്ലേ. അപ്പോ ബ എന്ന അക്ഷരം അവിടെ എഴുതി ആ ഒരു വാക്ക് കംപ്ലീറ്റ് ആക്കണം. എളുപ്പമല്ലേ? അതെ, ആദ്യത്തെ 2 ആക്ടിവിറ്റീസും നല്ല എളുപ്പമാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ്സിലുള്ള മിസ്സിൻ്റെ അടുത്ത് ചോദിച്ച് സംശയം തീർത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. തെറ്റിപ്പോയിട്ട് പിന്നെ അയ്യോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. കാർഡുകളിലെ ചിത്രത്തിന് യോജിച്ച വാക്കും അക്ഷരങ്ങളും കണ്ടെത്തി എഴുതാം. ആദ്യത്തെ കോളത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്? ഒരു കോഴിക്കുഞ്ഞാണല്ലേ. കോഴിക്കുഞ്ഞിന് എന്താണ് അറബിയിൽ പഠിക്കാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ആദ്യത്തെ ലെറ്റർ ആണ് വിട്ടുപോയിട്ടുള്ളത്. അതിന് അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സു എന്ന് കൊടുത്തിട്ടുണ്ട്, സു എന്ന് കൊടുത്തിട്ടുണ്ട്, തു എന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര പേർക്കറിയാം അതിന്റെ ശരിയായ ഉത്തരം ഏതാണ് എന്നുള്ളത്? ഒന്ന് കമന്റ് ചെയ്യൂ മക്കളെ. സൂസുൻ എന്നാണ് അല്ലേ കോഴിക്കുഞ്ഞിന് പറയാ. അപ്പൊ നമ്മൾ ആ ഒരു സു എന്ന ലെറ്റർ അവിടെ എഴുതി ആ ഒരു വാക്ക് പൂരിപ്പിച്ചു കൊടുക്കുക. രണ്ടാമത്തെ കോളത്തിൽ എന്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്? എന്താണ്? റുമ്മാനാണല്ലേ.
അവിടെ ഓപ്ഷൻസിൽ റി, റ, റു എന്ന് 3 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് ശരിയായ ഉത്തരം? റു എന്നാണ്. ആ ഒരു റു എന്ന അക്ഷരത്തെ നമ്മൾ അവിടെ എഴുതി ആ ഒരു വാക്ക് പൂരിപ്പിച്ചു കൊടുക്കുക. മൂന്നാമത്തെ കോളത്തിൽ ഒരു സിംഹത്തിന്റെ പടാണ് കൊടുത്തിട്ടുള്ളത്. സിംഹത്തിന് എന്താണ് പറയാന്നുള്ളത് എന്തായാലും എല്ലാ മക്കൾക്കും അറിയാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അസദിന്റെ ആയിരുന്നു അല്ലേ? അപ്പൊ അവിടെ 3 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അസദ് എന്ന് കൊടുത്തിട്ടുണ്ട്, കൽബ് എന്ന് കൊടുത്തിട്ടുണ്ട്, തമ്ര എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ഫസ്റ്റത്തെ അസദ് എന്നുള്ള ആ ഒരു വേർഡിനെ അവിടെ എഴുതി ചേർക്കാം. ഓക്കെ, ദെൻ അടുത്ത ആക്ടിവിറ്റീസ് വന്നിട്ടുള്ളത് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് നേരെയായിട്ട് ഓരോ ബോക്സിൽ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഏതിനൊക്കെയാണ് യോജിച്ചത് എന്ന് വരച്ച് ചേർക്കാണ് കേട്ടോ വേണ്ടത്. ഫസ്റ്റിൽ ഒരു ഫിഷിൻ്റെ പടമാണുള്ളത്. ഫിഷിന് എന്താണ് പറയുക? സമക്കുൻ. അപ്പോൾ സമക്കുൻ എന്നുള്ള ഒരു വേർഡിന് നേരെ ലൈന് വരച്ചു കൊടുക്കുക. രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് എന്താണ്? റുമ്മാനുൻ. അപ്പോൾ റുമ്മാനുൻ എന്ന ഒരു വേർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ലൈന് തെറ്റാതെ വരച്ചു കൊടുക്കുക കേട്ടോ. മൂന്നാമത്തെ പിക്ചറിൽ എന്താണുള്ളത്? പപ്പായ ആണല്ലേ. പപ്പായക്ക് എന്താണ് അറബിയിൽ പറയുക? ബബായ. അപ്പോൾ ബബായ എന്ന വീട്ടിലേക്ക് വരച്ചു കൊടുക്കുക. നാലാമത്തെ ചിത്രത്തിൽ ആരാണുള്ളത്? ബുൽബുൽ. ബുൽബുലാണല്ലേ. അപ്പൊ ബുൽബുൽ എന്ന വീട്ടിലേക്ക് ലൈന് വരച്ചു കൊടുക്കുക. അഞ്ചാമത്തെ ചിത്രത്തിൽ ആരാണുള്ളത്? നമ്മൾ അസദ് ആണല്ലേ. അസദ് എന്ന ഒരു വീട്ടിലേക്ക് ഇതുപോലെ തെറ്റാതെ ലൈന് വരച്ചു കൊടുക്കുക. ഓക്കെ, മക്കളിത് തെറ്റിക്കരുത് കേട്ടോ. മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മിസ്സിന് നിങ്ങളെ പരിചയപ്പെടാനും വേണ്ടിയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളിന്റെ പേരും താഴെ കമന്റ് ബോക്സിൽ എഴുതാൻ അറിയോ? നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പേരും സ്കൂളിന്റെ പേരും എഴുതി കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവാം. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ. ആ പിക്ചറിൽ കുറേ ആളുകളുണ്ട്. നോക്കൂ, ചിത്രത്തിലെ വസ്തുക്കളുടെ പേരുകൾ അറബിയിൽ പറയാമോ? കുറേ വസ്തുക്കൾ ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു ചിത്രം നോക്കിയിട്ട് ഈ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ആപ്പിൾ ഉണ്ട്, ഒരു വലിയ വീടുണ്ട്, കോഴിക്കുഞ്ഞുണ്ട്, മീനുണ്ട്, ഒരു പട്ടിക്കുട്ടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് പറയാന്നുള്ളത് നമ്മൾ അറബിയിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എത്ര പേർക്കറിയാം? ഫിഷിന് നമ്മൾ സമക്ക് എന്ന് പറയും. പട്ടിക്കുട്ടിക്ക് എന്താണ് പറയാ? കൽബ് എന്ന് പറയും. കോഴിക്കുഞ്ഞിന് സൂസുൻ എന്ന് പറയും. പിന്നെയോ ആപ്പിളിന് തുഫാഹ് എന്ന് പറയും. വീടിന് എന്താണ് പറയാ? വീടിന് ബൈത്തൻ എന്ന് പറയും അല്ലേ? അപ്പൊ ഇത് തെറ്റാതെ എന്ത് ചെയ്യണം? ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് അവസാനത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. വായനാ ദിനത്തിൽ സ്കൂൾ ഒരുക്കിയ അക്ഷരമരത്തിലെ അക്ഷരങ്ങൾ നമുക്ക് വായിക്കാം. ഒരു അക്ഷരമരം താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ അക്ഷരങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. മക്കളൊന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റത്തെ അക്ഷരം ഏതാണ്? റു എന്ന അക്ഷരാണല്ലേ. രണ്ടാമത്തേതോ? ത. മൂന്നാമത്തേത് വായിച്ചു നോക്കണേ. മൂന്നാമത്തെ ലെറ്റർ ഏതാണ്? സി ആണല്ലേ. സി. നാലാമത്തേതോ? ബി. അഞ്ചാമത്തേത് ആ. അവസാനത്തെ അക്ഷരം ഏതാണ്? ഹ എന്ന അക്ഷരാണല്ലേ. എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്കോടെ വിജയിക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നതോടൊപ്പം മിസ്സിൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.